വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വർഷമല്ല 2024 മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള എല്ലാ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻസ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾ കാണുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം കളയണ്ട, പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ചൂസ് ദ കറക്റ്റ് ആൻസർ. റിമൂവൽ ഓഫ് ആന്തേഴ്സ് ഫ്രം ഫ്ലവർ ബഡ് ബിഫോർ ദ ആന്തേഴ്സ് ഡെഹിസസ് യൂസിങ് എ പെയർ ഓഫ് 4 steps. ഓക്കെ, അത് നമ്മുടെ ആ ഒരു ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷന്റെ സ്റ്റെപ്പിൽ പെട്ട ഒരു സ്റ്റെപ്പാണ്. എന്താണ്? യെസ്, ദാറ്റ് ഈസ് ഇമാസ്കുലേഷൻ. സിമ്പിൾ ആണ്, ഇമാസ്കുലേഷൻ ആണ് ആ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്നത്. റൈറ്റ്, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാഗ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നീട് നമ്മൾ ആ ഒരു പോളിനേഷൻ നടത്തുന്ന സമയത്ത് നമ്മൾ റീബാഗ് ചെയ്യുന്നു അല്ലേ, എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ ബാഗ് ചെയ്യുന്നു. അങ്ങനെയാണ് ആ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സ് അല്ലേ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വിച്ച് എൻസൈംസ് ആർ നോൺ ആസ് മോളിക്കുലാർ സിസേഴ്സ്? ഏതാണ്? യെസ്, ദാറ്റ് ഈസ് എൻഡോന്യൂക്ലിയസസ് അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസസ് എന്ന് പറയാം. ഫൈൻ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ ഫസ്റ്റ് ട്രാൻസ്ജനിക് കൗ ദാറ്റ് പ്രൊഡ്യൂസ് ഹ്യൂമൻ പ്രോട്ടീൻ എൻറിച്ച്ഡ് മിൽക്ക്. ഏതാണ്? റോസി. അപ്പോൾ അത് 2025 സെയിം ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതും നിങ്ങൾക്ക് ഇനിയും എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, GPP - R = NPP. വാട്ട് ഡസ് R സ്റ്റാൻഡ്സ് ഫോർ? എന്താണ്? ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി മൈനസ് R ഈക്വൽസ് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. ആ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിരിക്കണം, ഇതല്ലാതെ നിങ്ങളോട് ചോദിക്കും. ഓക്കെ, അപ്പോൾ അവിടെ R റെപ്രസെന്റ് ചെയ്യുന്നത് ആക്ച്വലി റെസ്പിറേഷൻ ലോസ് ആണ്. ഓക്കെ, റെസ്പിറേഷന് വേണ്ടിയിട്ട് എത്ര എമൗണ്ട് ഓഫ് എനർജി ആണോ യൂസ് ചെയ്യുന്നത് അത് മൈനസ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ താങ്ക് യു, ബൈ ബൈ, ടേക്ക് കെയർ.